welcome back to our channel. നമ്മുടെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ചലഞ്ച്. അപ്പൊ ഗൈസ് ലെഗ് റൂൾസ് കാണാൻ വിചാരിക്കുന്നു. 5 റൗണ്ട് ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറയാ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചലഞ്ചിലേക്ക് പോകണമെങ്കിൽ പിന്നെ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. ഫസ്റ്റ് സാധനം എടുത്തോ. ഞാൻ എടുത്ത് ഫസ്റ്റ് നിങ്ങളോട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുക. ആദ്യം നിങ്ങൾ കഴിഞ്ഞിട്ട് ഇല്ല കേട്ടാ. ആദ്യം നിങ്ങളെ സാധനം നമുക്ക് കാണിച്ചിട്ടോ. എന്റെ ഇതാണ് കേട്ടോ സാധനം. ഓക്കെ, നിങ്ങളുടെ സാധനം എന്താ? എന്റെ സാധനം ഒരു സോപ്പ്. ഓക്കെ, ഞാൻ അങ്ങനെ ചോദ്യം ചോദിക്കാട്ടാ. ഞാൻ 5 ചോദ്യം ചോദിച്ചിട്ട് പിന്നെയാണ് ഇന്റെ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോപ്പ് ഒന്ന് പെട്ടി ഉണ്ടോ? സോപ്പിന് പെട്ടി ഉണ്ടോ? അതാ സോപ്പ് മാത്രമാണോ? സോപ്പ് പെട്ടിണ്ട്. എന്നാലും ആ പെട്ടി തുറന്നേ. ഓക്കെ, സോപ്പ് എടുത്തില്ല. ഇപ്പൊ കയ്യിൽ സോപ്പ് എടുക്കുക. ഇപ്പൊ 2ാം ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് നിലത്തൊന്ന് അല്ല ടേബിൾ ഒന്ന് അരച്ച്. ഓക്കെ, സോപ്പ് ഒന്ന് മണപ്പിച്ചേ. 3 കഴിഞ്ഞു. ഇനി 4ാമത്തെ സോപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇടൂലേ? ആ ടേബിൾ വെച്ച് നിട്ടേ കുറച്ച് കഴിക്കുന്നു. ഒരിട്ട വിടി. ഇനി 5ാമത്തെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി വിടും. ഇങ്ങനെ സോപ്പ് ഒന്ന് ഉരുട്ടി വിടും. ഓക്കെ, ഇനി നിങ്ങൾ പറയണത് തെറ്റാണ്. നമ്മുടെ കയ്യിലുള്ളത് സോപ്പല്ല ഗൈസ്, സോപ്പല്ല. നിങ്ങളെ കയ്യിലുള്ളത് സ്പ്രേ അല്ലേ? സ്പ്രേ അല്ലേ? ഗൈസ് എനിക്ക് മാർക്ക്. ഇനി ഇങ്ങോട്ട് വയ്ക്കും. എന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് തുറന്നൊക്കെ. 2ാമത്തെ ചോദ്യം കേട്ടോ. 2ാമത്തെ 1ാമത്തെ തന്നെ തുറന്ന വിലമ്പം തട്ടിയ മണണ്ടാന്നൊക്കെ. 3ാമത്തെ ചോദിക്കണേ. ഓക്കെ, ഇനി അതൊന്ന് നിരത്ത് വെച്ചൊന്നും ഇങ്ങനെ ഇടിച്ചേ. അത് തുറക്കാണ്ടാണ് ഇപ്പൊ ഇടിക്കുന്നത്. ഓക്കെ, മേലേക്കൊന്ന് പൊള്ളിച്ച് ഒന്നും കൂടി ഉരുണ്ട് പോണ്ടേ. ഓക്കെ, ഇനി പറയുന്നത് ലിപ്സ്റ്റിക് ആണോ അല്ലേ? പേനല്ല, ലിപ് ബാം ആണ്. ഗൈസ് എനിക്ക് ഇപ്പൊ 2 മാർക്കായി. ഇനി അടുത്ത സാധനം എടുക്കാം. കൊണ്ടുപോകോ? ഗൈസ് അമ്മമ്മക്ക് 1 മാർക്ക്, എനിക്കൊരു മാർക്ക്. ഓക്കെ, ഞാനെടുത്തു. എന്റെ സാധനം ഇതാണ് ഗൈസ്. ആ സാധനം എനിക്ക് തുറന്നൊക്കെ കാണിച്ചു കൊടുക്കാം. എന്താണ് അതിന്റെ ഉപയോഗം എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇനി എന്നോട് ചോദിച്ചോ. നിനക്കെന്താ കയ്യിലുള്ളത്? എന്റെ കയ്യിലുള്ളത് നെയിൽ പോളിഷ് ആണ്. നെയിൽ പോളിഷ് തന്നെയാണോ? കൈമലൊന്ന് നോക്കിയേ. മണം വരണോ നോക്കാലോ. നെയിൽ പോളിഷ് കുറവാണ്. നോക്കേ. കൈമട്ടുണ്ട്. ബ്ലാക്ക് കളർ നെയിൽ പോളിഷ് ആണ്. ഓക്കെ, അടുത്ത ചേച്ചി നിന്നേ മേലക്കിട്ടെ. ഓക്കെ, അങ്ങനെ വരയ്ക്കണം. ചില്ലാണേ. കുറച്ച് പറഞ്ഞോട്ടോ, എന്നാലും ചിലപ്പോ വീട്ടിലേക്ക്. ഇനി അടുത്ത് എത്ര? 4 അല്ലേ? ഇനി ഒരെണ്ണം കൂട്ടി ചോദിക്കാവോ? അതൊന്ന് മുകളിലേക്ക് ഇട്ട് താഴത്തേക്ക് ഇടാമോ? അത് പറഞ്ഞേ. ഉരുട്ടി കാണിക്കുന്നു. ഇതൊരു ചതുരാണ് കേട്ടോ ഷേപ്പ്. അതാണ് ഉരുളില്ല. എത്ര രൂപയാണ് ഇതിന്? ഇതിന് 99 രൂപ. 100 രൂപ. 99 രൂപ. 99 രൂപ. 99 രൂപ ആകുമ്പോ പറയണ്ടേ?
ഇനി തെറ്റാണോ അല്ലേന്ന് പറയും. തെറ്റാണ്. ഉത്തരം നെയ് പോളിഷ് അല്ല. അല്ല. ഉത്തരം കറക്റ്റാണ്. നെയ് പോളിഷ് അല്ല, ഐലൈനറാണ് കേട്ടോ. ശരി ഉത്തരം. ഇനി അടുത്ത് നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത്? എൻ്റെ കയ്യിലൊരു മിഠായി പാക്കറ്റ്. ഒരു പാക്കറ്റ് മിഠായി. ഓക്കെ. മിഠായി ഇങ്ങനെ ഇതാക്കൂല നമ്മള്, കവർ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കുലുക്കൂലേ, അങ്ങനെ ചെയ്ത്. ഓക്കെ. ഇനി മിഠായി ഇങ്ങനെ ഒന്ന് നിലത്തേക്കിട്ട് മിഠായി പാക്കറ്റാണ്, മിഠായി പാക്കറ്റാണ്. കനുണ്ടാവും. അരക്കിലോ മിഠായി പാക്കറ്റ്. 1/2 കിലോ. ഒരു മിഠായില്ല പറയൂ. ഇനി മുട്ടായി ഇങ്ങനെ ഉരുട്ടി ഇത്ര വരുവുള്ളൂ കേട്ടാ. ഓ ഇനി എന്താ പറയാ, മിഠായി പാക്കറ്റ് നമ്മളിങ്ങനെ നിലത്ത് വെച്ച് പാലിന്റെ പാക്കറ്റ് അടിക്കൂലേ, അതുപോലെ അടിച്ച കൈ കൊണ്ട് മിഠായി പാക്കറ്റ് അല്ല ഗൈസ്, അമ്മമ്മ ലൈയാണ്. മിഠായി പാക്കറ്റ് അല്ല. അതെ, പിന്നെ നിങ്ങൾക്ക് ശരിക്കുള്ള തന്നെ പറയാം കേട്ടോ. 1 2 ഒക്കെ ശരിക്കുള്ള പറയാം. ഗൈസ്, അമ്മമ്മ പറയണത് മിഠായി പാക്കറ്റ് അല്ല, ഉറപ്പാണ്. ഉത്തരം പറയൂ. അല്ല അല്ല ഞാൻ പറഞ്ഞോട്ടെ. 5 ചോദ്യം കഴിഞ്ഞാ കാണിച്ചല്ലോ, സാധനം കാണിച്ചല്ലോ. കാണിച്ചല്ലോ. മേലെ എനിക്ക് കാണണം, മേലേക്ക്. ഓ, സൺസ്ക്രീൻ ആണ്. സൺക്രീമാണ് കേട്ടാ. സൺസ്ക്രീൻ.